ഹലോ. ഇലക്ഷൻ്റെ അന്ന് 2 മെഹന്തി വർക്കായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ 10:30 ആയപ്പോഴത്തേനും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടും എന്റെ ജൂനിയേഴ്സിന്റെ ആയിരുന്നു. ഒന്ന് പൊൻകുന്നത്തും ഒന്ന് മഞ്ഞപ്പള്ളിക്കുന്നിലും ആയിരുന്നു. അടുത്തായിരുന്നോണ്ട് സ്കൂട്ടറിന് പോയി. പൊൻകുന്നത്തായിരുന്നു ആദ്യം പോയത്. ആർക്ക് ഡിമാൻഡുകളൊന്നും ഇല്ലായിരുന്നു. എന്നോട് ഇഷ്ടമുള്ള ഡിസൈൻ ഇട്ടോളാനായിരുന്നു പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ്. എന്താന്ന് വെച്ചാൽ അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും പുതിയ ഡിസൈനുകളൊക്കെ ട്രൈ ചെയ്യാനൊക്കെ പറ്റുന്നത്. അപ്പൊ ഇതായിരുന്നു ഫ്രണ്ട് ഹാൻഡ് തീർന്നപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ചോറിനാനായിട്ട് പോയി. നമുക്ക് പരിചയമുള്ളവരുടെ അടുത്ത് മെഹന്തി ഇടാൻ പോകുമ്പോഴാണ് പതിവിലും കൂടുതൽ സമയം എടുക്കുന്നത്. കുറെ നാളുകൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാൻ കാണും. ഇവനാണ് ഇവിടുത്തെ താരം. ആര്യയുടെ ബ്രദറിന്റെ കുട്ടിയായിരുന്നു. പിന്നെ ഞങ്ങൾ സമയം കളയാതെ ബാക്കി പരിപാടി തുടങ്ങി. ഇതായിരുന്നു ബാക്ക് ഹാൻഡിലെ ഡിസൈന്. അങ്ങനെ ഒരു കൈ കംപ്ലീറ്റ് ആക്കിയപ്പോഴേക്കും പോയി വോട്ട് ചെയ്തിട്ട് വരാൻ ഓർത്തു. ഇല്ലെങ്കിൽ വെള്ളിമുങ്ങയിലെ പാഷാണ ഷാജിയുടെ അവസ്ഥയായ എന്റെ മഷി പുരട്ടുന്നോണ്ട് ഇന്നലെ നെയിൽ പോളിഷ് ഒക്കെ ഇടണമെന്ന് ഓർത്താണ്. പക്ഷെ സമയം കിട്ടിയില്ല. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി എത്ര നാൾ കാത്തിരുന്നാലേ റിസൾട്ട് ഒന്നും വരുന്നത്. എന്റെ ബൂത്തിൽ ഒട്ടും തിരക്കില്ലാത്തതുകൊണ്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ ഞാൻ വോട്ടിംഗ് ചെയ്ത് തിരിച്ചവളുടെ വീട്ടിലെത്തി. അങ്ങനെ ബാക്കി പരിപാടി തുടങ്ങി. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടില്. ഒരാൾ എന്റെ ജൂനിയർ തന്നെയാണ്. അതുകൊണ്ട് ഒട്ടും സമയം പോകുന്ന അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. ഉള്ളിൽ വെട്ടം കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മുറ്റത്തോട്ട് ഇറങ്ങി. ഇതാണ് നമ്മുടെ ബ്രൈഡ്. ഇവൾ 8ാം ക്ലാസ് തൊട്ട് കോളേജ് വരെ എന്റെ ജൂനിയർ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇതാണ് ഐശ്വര്യ, എന്റെ ജൂനിയർ തന്നെയാണ്. ഐശ്വര്യ പിൻട്രസ്റ്റ് നോക്കി കുറെ പോസസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോഴേക്കും അവളുടെ ബാക്കി ഫ്രണ്ട്സ് ഇറങ്ങി വന്നു. പിന്നെ അവരുടെ കൂടെയും കുറെ ഫോട്ടോസ് എടുത്തിട്ട് അവിടെ നിന്ന് ചായയും കുടിച്ച് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. അടുത്ത ബ്രൈഡ് വീട്ടിലേക്ക് എത്തുന്നേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടായിരുന്നു പോയത്. അതിന്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ പറയാം. അപ്പൊ ഓക്കെ, ബൈ.